അതാണ്ട് ഇന്നലെ കൊച്ചിയിൽ നിന്ന് ഇവിടുന്ന് ഒരു 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 ചെറുപ്പക്കാരൻ ഒരുത്തന് അവന് 36 വയസ്സുണ്ട്. പിന്നെ ബാംഗ്ലൂർ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി കേട്ടോ. അവരും രണ്ടുപേരും കൂടെ കൊണ്ടുവന്ന് 1/2 കിലോ MDMA. 1/2 കിലോ MDMA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വില വരുമെന്ന് ആലോചിക്കും. അത്ര വിലയല്ല അതിൻ്റെ പ്രശ്നം. ഈ 1/2 കിലോ എന്ന് പറയുന്നത് ഒരു പ്രദേശം മുഴുവനുള്ള യുവാക്കളെ യുവതികളെ ഒക്കെ ഭ്രാന്തരാക്കി മാറ്റാൻ കഴിവുള്ള സാധനമാണ് ഈ 1/2 കിലോ MDMA. അത് കൊണ്ടുവന്നേക്കാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അന്വേഷണം എവിടെ വരെ നിൽക്കുമെന്നൊന്ന് നോക്കിക്കോളൂ. ഇതിലങ്ങ് നിൽക്കും. ഈ പെൺകുട്ടിയും ഇവനും അവിടെ നിൽക്കും. MDMA അവൻ തന്നെ ഉണ്ടാക്കിയാന്ന് വേണമെങ്കിൽ അവൻ പറയും. എന്ന് വെച്ചാൽ ഇത് എഴുതി നോക്കി എവിടെ നിന്നാന്ന് അറിഞ്ഞുകൂടാ. അറിയാൻ വയ്യാതെ അവൻ്റെ ഇന്ന് വരത്തില്ലല്ലോ ഈ സാധനം. ഇതിൻ്റെ ഉറവിടം അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അത് നമ്മുടെ പോലീസ് ചെയ്യേണ്ടതാണ്, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ചെയ്യേണ്ടതാണ്. അവരത് ചെയ്യുന്നില്ലല്ലോ. അതാണ് പ്രശ്നം. ഈ അന്വേഷണം അവിടെ അങ്ങ് നിൽക്കും, മുകളിലോട്ട് പോകുന്നില്ല. മുകളിലോട്ട് പോകുമ്പോൾ വലിയ പുള്ളികൾ ഇതിൽപ്പെടും. അതാ കാര്യങ്ങൾ. ഇവിടെ നമ്മുടെ വലിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വീണുടയും. അതാണ് പ്രശ്നം. അത് വരുമ്പോൾ അവരുടെ പിടിപാടിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. ഈ അന്വേഷണമൊക്കെ അവിടെ നിൽക്കും. ഇവിടുത്തെ ചെറുപ്പക്കാർ ഭ്രാന്തരായാൽ അവർക്കെന്താണ്? അത്രയേ ഉള്ളൂ. ഭ്രാന്തരായി മാറുകയാണ് ഈ സമൂഹം. ഈ ഭ്രാന്തിൻ്റെ പുറത്താണ് ഈ കാണിക്കുന്ന അപകടങ്ങൾ മുഴുവൻ, തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. പെട്രോൾ പമ്പിൽ ചെല്ലുക, പെട്രോൾ അടിക്കും, അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കി അവനെ എടുത്തിട്ട് അടിക്കും, എന്നിട്ട് പോകും. അവിടെ നിന്നുള്ളെങ്കിൽ അതും കൂടെ പിടിച്ചു കുറച്ചുകൊണ്ട് പോകും കയ്യിൽ. ഹോട്ടലിൽ കയറി അവിടെ ബഹളം ഉണ്ടാക്കുക, ബാറിൽ കയറി അവിടെ അടി ഉണ്ടാക്കുക. കാരണം ബാറിൽ കയറുക എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ ആ കിക്ക് നഷ്ടപ്പെടും, അതിൻ്റെ അടി വേണം. ഈ രീതിയിലായിപ്പോയി നമ്മുടെ യുവജനങ്ങൾ പലരും. നമ്മൾ ഈ ആവേശം എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കാണുന്ന കാര്യങ്ങളെല്ലാം അത് സിനിമയാണ്. അത് ഇന്ന് തെരുവിൽ കാണിക്കാൻ നിൽക്കുക. ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ശ്രദ്ധ, അതായത് ഏത് വിധത്തിലായാലും ഒരു അട്രാക്ഷൻ പിടിച്ചു പറ്റണം, മതി. അതോടുകൂടി അവന് സാഫല്യം നേടി എന്നുള്ളതാണ്. ഈ രീതിയിലാണ് ഈ വ്ളോഗർമാരെന്ന് പറയുന്ന വർഗം പലപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇതിന് സങ്കടകരമെന്ന് പറയട്ടെ, ഇവർക്ക് ഇതിനെ ഓശാന പാടാനായിട്ട് ഒത്തിരി യുവജനങ്ങളെ കിട്ടുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ. ഇത് കാരണം ആ കുട്ടിയൊക്കെ അറിയത്തില്ല ഏത് നല്ലത് ഏത് ചീത്തയാണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു പ്രായമാണ്. 25 വയസ്സിൽ താഴെയുള്ള ആളുകൾ, യുവാക്കളാണ് ഇതിനോട് കൂടുതലും അട്രാക്റ്റഡ് ആയിട്ട് അങ്ങോട്ട് മാറുന്നത്. കാരണം അവരുടെ മനസ്സുറച്ചിട്ടില്ല, അവർക്കൊരു പാകത വന്നിട്ടില്ല. അവരെന്താണ് ലൈഫ് എന്നുള്ളത് പഠിച്ചു തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, പഠിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നുടനെ ഈ മദ്യപാനം, പരസ്യമായ മദ്യപാനം, അവിടെ ചെന്ന് അടി കൂടുക. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇപ്പോൾ എന്തുമാത്രം അനിഷ്ട സംഭവങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഒരിക്കലാണ്ട് ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് ഒരു മൊബൈൽ കടയിലോട്ട് 2-3 അമ്മമാർ ചെന്ന് കയറി. എന്തെന്നറിയോ, അവിടുത്തെ അതിന് ആ ഒരു മൊബൈലിന് ഒരു കവറിട്ട് കൊടുക്കാനോ ഏതാണ്ട് പറഞ്ഞിട്ട് അയാളത് ഇച്ചിരി താമസിച്ചു പോയി ഇട്ട് കൊടുക്കായി. അയാളെ എടുത്തിട്ട് അടിച്ച് ആ കടയും തല്ലി പൊളിച്ചിട്ട് പോയി. ഓക്കെ, ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സ്വബോധത്തിൽ ചെയ്യുന്ന കാര്യമല്ല. ഇത് ഒന്ന് മാറ്റണം. കാരണം മാറണം എന്ന് പറഞ്ഞ് മാറ്റിയില്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും നശിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് ഇവരെയൊക്കെ ഉണ്ടല്ലോ, ഈ വാഹനങ്ങളിൽ തോന്നിവാസം കാണിക്കുന്ന ആളുകളെയൊക്കെ നിലയ്ക്ക് നിർത്തണം. അതിനൊക്കെ ശക്തമായ നടപടി വേണം. കേരള ഹൈക്കോടതിയുടെ അതിലുള്ള ഇടപെടൽ എന്ന് പറയുന്നത് വളരെ ആശാസ്യമായ ഒരു കാര്യമാണ്.